യെസ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കളി എന്തൊരു ഗംഭീരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഗംഭീരമായൊരു ഫൗണ്ടേഷൻ തുടക്കം. താങ്ക്സ് ടു ദിസ് മലയാളി പയ്യൻ സഞ്ജു സാംസൺ വീണ്ടും ഒരു 80+ സ്കോർ അടിച്ച് പുറത്താവുന്നു. എങ്ങനെയാണോ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ സ്കോറിലാണ് ഇത്തവണ വീണ്ടും പുറത്താവുന്നത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നൽകിയ ഒരു ടോട്ടൽ ഒരു 18 ഓവറുകൾ ഇപ്പോൾ പൂർത്തിയാകുമ്പോഴേക്കും 219 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ എത്തി നിൽക്കുമ്പോഴേക്കും ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യൻ ടോട്ടലിലേക്ക് ഉണ്ടായിരുന്നു. കാരണം അവർ നൽകിയ തുടക്കം തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സഞ്ജുവും അഭിഷേകും പോകുന്ന വേഗത 6 ഓവറിൽ നിന്നും 92 റൺസാണ് പവർ പ്ലേ. ജേക്കബ് ഡഫി കൊണ്ടുവരുന്നു, മാറ്റ് ഹെൻറിയെ കൊണ്ടുവരുന്നു, ലോക്കി ഫെർഗ്യൂസനെയൊക്കെ കൊണ്ടുവന്ന് ഗംഭീരമായൊരു തുടക്കമൊക്കെ ന്യൂസിലൻഡ് പ്ലാൻ ചെയ്ത് സാൻഡറിൻ്റെ ബുദ്ധിയിലൊക്കെ ഉദിച്ചെങ്കിൽ പോലും അതെല്ലാം ചെക്ക്മേറ്റ് എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും പവർ പ്ലേ ഡീൽ ചെയ്തത്. ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ പവർ പ്ലേ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയുടെ 40% നിങ്ങളുടെ കൈവെള്ളയിലുണ്ട് എന്ന് ക്രിക്കറ്റ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് പോലൊരു മത്സരം തന്നെയാണ് ആദ്യത്തെ ഇന്നിങ്സ് കഴിയുമ്പോഴേക്കും നിലവിൽ എത്തി നിൽക്കുന്ന സാഹചര്യം. എന്തായാലും ആ പവർ പ്ലേ കയ്യിൽ കിട്ടിയതോടുകൂടി സ്വാഭാവികമായും അഭിഷേകിനും സഞ്ജുവിനും കോൺഫിഡൻസ് ഏറി. പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ അഭിഷേക് ശർമ്മ 50 കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അഭിഷേകിന് അത് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അഭിഷേക് 52 റൺസിന് പുറത്തായി. പക്ഷേ ഓർക്ക് വെറും 21 പന്തുകൾ മാത്രമാണ് അയാൾ എടുത്തത്. 3 സിക്സറുകൾ, 6 4, സ്ട്രൈക്ക് റേറ്റ് 247. രച്ചിൻ രവീന്ദ്രനാണ് ആദ്യത്തെ ബ്രേക്ക് ത്രൂ ന്യൂസിലൻഡിന് വേണ്ടി കൊടുത്തത്. പിന്നെ നമ്മൾ കാണുന്നത് സഞ്ജു സാംസൺ പേടിയില്ലാതെ കളിക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് കൂട്ടിന് നീ അടിക്കുമുത്തേ ഞാനുണ്ട് കൂടെ എന്ന് ഇഷാൻ കിഷൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ സഞ്ജു സാംസൺ ആണ് പിന്നീട് പുറത്താവുന്നത്. രണ്ടാമത്തെ വിക്കറ്റ് ഇന്ത്യക്ക് പോകുമ്പോൾ സ്കോർ ഏകദേശം 200-ലെത്തി നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് തുടർച്ചയായ 2 വിക്കറ്റുകൾ പിന്നാലെ പോകുന്നതാണ്. സഞ്ജു സാംസൺ പുറത്താകുമ്പോൾ 8 സിക്സറുകളും 5 ഫോറുകളുമായി 46 പന്തുകളിൽ നിന്നാണ് 89 അടിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അയാൾ അടിച്ചത് 89 റണ്ണ് തന്നെയാണ്. പക്ഷേ 42 പന്തുകളിൽ നിന്നാണ്. അത്തവണ 4 പന്തുകൾ കൂടി എക്സ്ട്രാ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ഒരു സിക്സർ, ഒരു ബൗണ്ടറി പിറക്കുകയാണ്. മാറ്റ് ഹെൻറിയുടെ ഫുൾ ടോസ് ബോള് പാണ്ഡ്യ അത് 6-ആയി കൺവേർട്ട് ചെയ്യുന്നു. ഫുൾ ടോസ് ഞാൻ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മിഡ് വിക്കറ്റിലൂടെ ഹാർദിക് പാണ്ഡ്യ ഒരു സിക്സർ നേടി. കുറച്ച് നേരമായിട്ട് ബൗണ്ടറി കിട്ടുന്നില്ലായിരുന്നു. അത് വീണ്ടും തുടങ്ങുന്ന ഒരു സാഹചര്യം. പക്ഷേ സഞ്ജു സാംസൺ പുറത്തായതിന് പിന്നാലെ കൂട്ടായി നിന്ന് ഇഷാൻ കിഷനും പുറത്തുപോയി. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൻ്റെ ബാക്കിൽ നിന്നും ആദ്യത്തെ പന്തിൽ തന്നെ സൂര്യ പുറത്താവുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ 4 വിക്കറ്റുകൾ അടുപ്പിച്ചു പോയപ്പോൾ ഹാർദിക് പാണ്ഡ്യയും ഇപ്പോൾ തിലക് വർമ്മയും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ്. കാരണം ഹാർദിക് പാണ്ഡ്യയും പുറത്തായി. ഹാർദിക് പാണ്ഡ്യ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചു. അത് പറഞ്ഞ ഉടനെ തന്നെ ഹാർദിക് പാണ്ഡ്യ നഷ്ടമാവുന്നു. ആ സിക്സർ തന്നെ മാറ്റ് ഹെൻറിയുടെ പന്ത് വീണ്ടും അടിക്കാനുള്ള ശ്രമം. പക്ഷേ ഇത്തവണ ലെങ്ത് മാറ്റുന്നു ഹെൻറി. നേരത്തെ ഫുൾ ടോസ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു ബൗൺസർ കൊടുക്കുന്നു. പക്ഷേ അത് കട്ട് ചെയ്യാനുള്ള ശ്രമം. പക്ഷേ അത് ബാറ്റിൻ്റെ എഡ്ജിൽ കൊണ്ടത് പൊങ്ങിപ്പോകുന്നു. ഹാർദിക് പാണ്ഡ്യ ഒരു സിക്സർ അടിച്ചുകൊണ്ട് ആ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇന്ത്യക്ക് 5 വിക്കറ്റുകൾ നഷ്ടമാവുന്നു. 18.2, 226. ഒരിക്കലും 226 ഒരു മോശം ടോട്ടലാണ് ഇന ഫൈനൽ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഫൈനലാണ്, അതിൻ്റേതായ പ്രഷറുണ്ട്. നിങ്ങൾ എന്തൊക്കെ ബാറ്റിംഗ് പിച്ചാണെന്ന് പറഞ്ഞാൽ പോലും 226 ഫൈനൽ, അത് വരണമെങ്കിൽ ആ പ്രഷർ അതിജീവിക്കണം. അത്രയും പേര്, അത്രയും കാണികൾ ഒറ്റക്കെട്ടായി നീലക്കടൽ പോലെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രഷർ അതിജീവിച്ചാൽ മാത്രമേ അതനുസരിച്ച് കളിക്കാൻ കഴിയൂ. ആ പ്രഷർ അതിജീവിച്ച കാഴ്ചയാണ് നമ്മൾ സഞ്ജു സാംസണിൽ നിന്ന് കണ്ടത്. പക്ഷേ ടോട്ടൽ എന്തോ ആയിക്കോട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഞ്ജു സാംസൺ എന്ന മലയാളിയിലേക്ക് പോവുകയാണോ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്? ഏറ്റവും നിർണായകമായ ചോദ്യം അത് തന്നെയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവാനുള്ള എല്ലാ അർഹതയും ഈ ഇന്നിങ്സോടുകൂടി സീൽഡ് ആൻഡ് ക്ലോസ്ഡ് എന്നത് സഞ്ജു സാംസൺ ഉറപ്പിക്കുമ്പോൾ ഒരു മലയാളി താരത്തിൻ്റെ കൈകളിലേക്ക് ICC T20 ലോകകപ്പ് 2026 പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കൈകളിലേക്ക് വരികയാണോ എന്നുള്ള നിർണായകമായ ചോദ്യം കൂടി നിൽക്കുകയാണ്. കാരണം ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച മനുഷ്യനായിട്ട് സഞ്ജു സാംസൺ മാറുന്നു. വിത്ത് 6 നമ്പർ ഓഫ് 21. കളിച്ചത് വെറും 5 മത്സരങ്ങൾ മാത്രമാണ് എന്നതും കൂടി ഓർക്കുക. 5 മത്സരത്തിൽ നിന്നും 21 റൺസ് നേടിയെടുക്കുന്നു. അതും നിസ്സാരമല്ല. ആ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലുടനീളം മൊത്തമായിട്ട് പോലും എങ്കിലും കളിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പിച്ചിരിക്കാത്ത ഒരു മത്സരത്തിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ തോൽവിയിൽ നിന്നും ഇന്ത്യ മൊത്തമായിട്ട് മാറുന്നത്. എന്തായാലും 5 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമാവുമ്പോൾ ശിവം ദൂബെയാണ് ഹാർദിക് പാണ്ഡ്യ പുറത്തായതിന് പിന്നാലെ വരുന്നത്. സുരേഷ് വാര്യത്ത് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സഞ്ജു ഗംഭീരമായി കളിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ അടുപ്പിച്ച് 80+ സ്കോർ, 3 ഇന്നിങ്സുകളിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കേരളത്തിലേക്ക് വരികയാണോ സുരേഷ് സർ? അതെ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ ഒരു കളി കണ്ടപ്പോൾ ശരിക്കൊരു
എന്താ പറയാ, ഒരു ഗൂസ് ബംസ് ഉണ്ടായ പോലെയാണ്. ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചിരുന്നു, ന്യൂസ് 18 സംസാരിച്ചിരുന്നു. അത് പ്രകാരം സഞ്ജു കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ പോലെ അതേ സെയിം സ്കോർ തന്നെ, അതും അതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു സമ്മർദ്ദവും ഇല്ലാതെ അതിജീവിച്ചുകൊണ്ട് തന്നെ സഞ്ജു വളരെ നന്നായിട്ട് ചെയ്തു. മിക്കവാറും ഇന്ന് ഇന്ത്യ വിൻ ചെയ്യുകയാണെങ്കിൽ ടൂർണമെന്റ് മാൻ ഓഫ് ദ ടൂർണമെന്റ് മിക്കവാറും കേരളത്തിലേക്ക് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വരും. പക്ഷെ നമ്മൾ ഒരു ഗംഭീരമായൊരു ഫൗണ്ടേഷൻ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും അഭിഷേകിന്റെ ബാറ്റിൽ നിന്നും ഇഷാന്റെ ബാറ്റിൽ നിന്നും കിട്ടി. പക്ഷേ സഞ്ജു പുറത്തായതോടുകൂടി രണ്ടാമത്തെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായതോടുകൂടി ഇന്ത്യക്ക് പിന്നീട് തുടർച്ചയായ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. നമ്മൾ ജിമ്മി നീഷത്തെ കുറിച്ച് സംസാരിച്ചു. അതേ നീഷം തന്നെയാണ് ഒരു ഓവറിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയുടെ ആ റൺ റേറ്റ് ഒന്ന് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുകയും ചെയ്തത്. ജിമ്മി നീഷത്തിന്റെ ആ ഒരു ഓവർ എന്ത് നിർണായകമായി അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കപ്പ് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തമുള്ളത് ജിമ്മി നീഷമിന്റെ ആ ഓരോ ഓവർ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എക്സലന്റ് ആയിട്ട് 3 വിക്കറ്റ് എടുത്ത ഒരു ഓവർ തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെ സംഭവിച്ച 3 വിക്കറ്റുകളാണത്. അതിനുശേഷം വന്ന ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ജസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 300ന്റെ അടുത്ത് ഒരു 275, 280 ഒക്കെ സ്കോർ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇപ്പോൾ 230, 2 ഓവർ ബാക്കി നിൽക്കേ ആയിട്ടേ ഉള്ളൂ. ഒരു ഓവർ മാത്രമാണ് ബാക്കിയുള്ളത്. 230 ഒരു ഘട്ടത്തിൽ സത്യമല്ലേ? കാരണം 14 ഓവറൊക്കെ ആയപ്പോഴേക്കും 190 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചൊരു 260, 265 ഒക്കെ പോകും. കാരണം 9 വിക്കറ്റുകൾ അപ്പോൾ കയ്യിലുണ്ടായിരുന്നു സഞ്ജു മിഷനും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് പെട്ടെന്നൊരു സഡൻ ബ്രേക്കാണ് ജിമ്മി നീഷത്തിന്റെ ഓവറിൽ നിന്ന് വന്നത്. അതൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷെ സഞ്ജുവിന്റെ ഇന്നിങ്സിനെ പറ്റി നമുക്ക് സംസാരിച്ചേ മതിയാവും. കാരണം 3 ഇന്നിങ്സുകൾ അയാൾ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഞാൻ ആർക്ക് പകരം സഞ്ജുവിനെ കളിപ്പിക്കണം, അഭിഷേകിനോ തിലക്കിനോ എന്ന് സൂര്യകുമാർ യാദവ് പ്രസ് മീറ്റിൽ നിന്നും ചോദിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അടുപ്പിച്ച് 50+ അല്ല 80+ ആണ്. 80+ സ്കോർ അടുപ്പിച്ച് 3 ഇന്നിങ്സുകളിൽ കളിക്കുക. അയാൾ പറയുകയാണ്, ഞാൻ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ് ഇട്ട് കളിക്കുന്നതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സെലക്ടർമാരെയും കോച്ചിനെയും ക്യാപ്റ്റനെയും. അതെ, സഞ്ജുവിന്റെ കഴിഞ്ഞ 10 വർഷത്തെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കരിയറിലും ഇനി അയാൾ എത്ര കാലം കളിക്കുമെന്നുള്ളത് കൂടി നോക്കിക്കഴിഞ്ഞാലും അയാളുടെ ഗോൾഡൻ ടൈമാണ് ഇപ്പോൾ വരുന്നത്. ഇനി കൂടുതൽ ചെയ്യട്ടെ. പക്ഷെ ഈ ഒരു ഇതുപോലുള്ള തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള 3 ഇന്നിങ്സുകൾ ഇനി ഒരു സമീപ ഭാവിയിൽ പോലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയിക്കുന്നത് ലോകകപ്പാണ്. അപ്പൊ ആ ലോകകപ്പിന് നിർണായക കോൺട്രിബ്യൂഷൻ നമ്മുടെ മലയാളി പയ്യന്റെ കയ്യിൽ നിന്നുള്ളത് ആവുക എന്നുള്ളതിന് ആസ് എ സഞ്ജു ഫാൻ എനിക്കും നിങ്ങൾക്കും എല്ലാം അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. അതെ, പക്ഷേ നമുക്കൊന്ന് കളി മൊത്തമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം സാർ. കാരണം ന്യൂസിലൻഡ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു നമ്മുടെ ചർച്ചയിൽ തന്നെ ജേക്കബ് ഡഫിയെ ചിലപ്പോൾ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പിച്ച് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത് തന്നെ സംഭവിക്കുന്നു. ജേക്കബ് ഡഫിയെ കൊണ്ടുവരുന്നു. മെക്കോണി അവർ മാറ്റുകയാണ് ചെയ്തത്. അത് കുറച്ച് ഒരു സർപ്രൈസിങ് മൂവായിട്ട് തോന്നി. പക്ഷേ ജേക്കബ് ഡഫി വരുന്നു. പക്ഷേ ആ ഒരു പവർ പ്ലേ 6 ഓവറിൽ നിന്നും 92 റൺസ്, റൺ റേറ്റ് ഒരു 15.2 കാണും. ആ രീതിയിൽ ഓപ്പൺ ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.